നിസ്കാര സമയവും നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കാളൽ, ഒരു ബേജാർ ആ കുട്ടിക്ക് സ്വന്തം ഉണ്ടാവണം അല്ലെ. തട്ടം നീങ്ങുമ്പോൾ തട്ടം നീങ്ങിയല്ലോ എന്ന പേടി ആ കുട്ടിക്കുണ്ടാവണം. അതില്ലാത്ത കുട്ടികളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർബന്ധിക്കുമ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അവർ മതത്തിനെതിരാവുകയാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈമാനാണ് പ്രധാനം. വിശ്വാസം ഉറക്കാതെ ഒരാൾക്കും ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല. അതില്ലാത്ത കുട്ടികളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർബന്ധിക്കുമ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അവർ മതത്തിനെതിരാവുകയാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് ഒന്നും രണ്ടും അനുഭവങ്ങളല്ലോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾക്ക് ശരിയായ ബോധം നൽകുക. അപ്പം മുർത്തദ്ദാണ് പ്രശ്നം. മുർത്തദ്ദുകളെ കുറിച്ച് വലിയ വിമർശനങ്ങൾ, വാദങ്ങൾ, വാദഗതികൾ. ഒരു ഭാഗത്ത് മുർത്തദ്ദുകളുടെ അറിവില്ലായ്മ, അവർക്ക് അറബി ഭാഷ അറിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മുർത്തദ്ദുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാപരമല്ല, അതിന് തെളിവില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിൽ മുർത്തദ്ദുകൾ ഒരു വലിയ സംസാര വിഷയമായി മാറിയിട്ടുണ്ട്. മുർത്തദ്ദുകളെ തട്ടിത്തടഞ്ഞ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. ആളുകൾക്ക് സ്വന്തം പേരും ഐഡിയും ഒക്കെ വെച്ച് വന്ന് ഇസ്ലാമിനെ വിമർശിക്കാനും ഇസ്ലാം വിമർശനം നടത്തുന്നവരുടെ വീഡിയോ കാണാനും അതിൽ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യാനും ഒന്നും മടിയില്ലാതായിട്ടുണ്ട്. വിശ്വാസികളുടെ സമൂഹത്തിനകത്ത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇതിനെ അവഗണിച്ചു, ഇതിനെ തള്ളിക്കളഞ്ഞു. പിന്നെ ഇതൊക്കെ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറഞ്ഞിട്ട് ശ്രമിച്ചു നോക്കി. എല്ലാം കഴിഞ്ഞ് കാലിനടിയിൽ മണ്ണൊലിച്ചു പോകുന്നു എന്ന് തിരിച്ചറിവുണ്ടാവുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവരെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകും, സാമൂഹ്യ വിരുദ്ധരാണെന്ന് പറയാൻ ശ്രമിച്ചു. ഇതുകൊണ്ടൊന്നും ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. കുറെ ന്യായങ്ങൾ ചമച്ചു നോക്കി, ഹദീസ് തള്ളി നോക്കി, പല സംഭവങ്ങളുണ്ടായി. അതിനിടയിൽ ഇസ്ലാമിനകത്തു നിന്ന് തന്നെ പരിഷ്കരണവാദികളുടെ ശബ്ദം ഉയർന്നു കേൾക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാം കൊണ്ടും ഈ പരമ്പരാഗത ഇസ്ലാം അല്ലെങ്കിൽ പണ്ടത്തെ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകണം എന്ന് വിചാരിച്ച് നടക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള വഹാബി ഇസ്ലാം, അതിൻ്റെ ആളുകൾ ഭയങ്കരമായിട്ടുള്ള അങ്കലാപ്പിലാണ് ഒരു ഭാഗത്ത്. അപ്പോൾ അവർ പലതരത്തിലുള്ള ചെപ്പടി വിദ്യകൾ കാണിച്ച് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഓക്കെ ആണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ശ്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട് പലതും. അത് രസകരമാണ് പലതും. അപ്പോൾ അതൊക്കെ ചിലതൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യാനുണ്ട്. ഞാൻ പറയുന്നത് മുർത്തദ്ദുകളെ കുറിച്ചാണ് കേട്ടോ. മുനാഫിക്കുകളെ കുറിച്ച് ഇനി പറയണ്ട. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ അത് എത്ര ഉണ്ടെന്ന് അളവ് എടുത്ത് നോക്കിയാലാണ് കഥ അറിയുള്ളൂ. അപ്പോൾ അത് വിട്ടു നമ്മൾ. അപ്പം സുന്നികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പൊതുവിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് ഈ ദഅവ ക്യാമ്പും പ്രവർത്തനവും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ആളുകൾ മതത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്നും മതത്തിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നും മതനിയമങ്ങൾ അത്ര പാലിക്കപ്പെടുന്നില്ല എന്നും പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് മതത്തോട് പ്രതിപത്തിയില്ല എന്നും അവർ മതത്തെ ചോദ്യം ചെയ്യുന്നു എന്നും മതനിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്നും ഒരു വേള അവർ മതത്തെ എതിർക്കുന്നു എന്നും മതം വിട്ടുപോകുന്നു എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നടന്നിട്ടും 2, 3, 4 റൗണ്ട് പരിശീലന പരിപാടികൾ, ഇസ്ലാം മത വിമർശകരെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക പരിശീലന പരിപാടികളും ക്യാമ്പുകളും ഒരു ഭാഗത്തും, ഇസ്ലാം മത വിമർശകരും അല്ലെങ്കിൽ ഇസ്ലാമിനെതിരായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ ശബ്ദങ്ങളും വീടുകളിലും അതുപോലെ മഹല്ലുകളിലും കുട്ടികളിലും എത്താതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനം മറുഭാഗത്ത്, കോവിഡിന്റെ സമയത്ത് കോവിഡിനെ ഉണ്ടായിട്ടുള്ളതിനേക്കാളും മുൻകരുതലും സൂക്ഷ്മതയും പുലർത്തിയിട്ടാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം, പണ്ഡിത നേതൃത്വം മതത്തിനെതിരെയുള്ള ചോദ്യങ്ങളെയും വിമർശനങ്ങളെയും പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. മഹല്ലുകൾ തോറും പരിപാടികൾ നടന്നു, പ്രത്യേക റേഞ്ചുകൾ കേന്ദ്രീകരിച്ച് പരിപാടി നടന്നു. വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ള പണ്ഡിതന്മാർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ കഴിഞ്ഞു. പലതരം പരിഹാസ്യമായ കലാപരിപാടികൾക്ക് അവസാനം മതത്തിൽ ഇപ്പം നിൽക്കുന്നവർ പുറത്തു പോകുന്നത് തടയാനുള്ള പ്രവർത്തനത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായി. അതായത് പുറത്തു പോയവർ പറയുന്നത് പറഞ്ഞു, അതൊക്കെ പോട്ടെ, നിലവിലുള്ളവരെങ്കിലും ഇതിന് പുറത്തു പോകാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന പരിശ്രമത്തിലാണ്, തീവ്രമായ പരിശ്രമത്തിലാണ്. വളരെ ജനകീയ പിന്തുണയോടുകൂടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം സംഘടനകളും എല്ലാ വിഭാഗവും ഒത്തൊരുമിച്ചും ഒക്കെയുള്ള പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇസ്ലാമിനകത്ത് നിന്ന് വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം നഷ്ടപ്പെടുന്നത്, പെട്ടെന്ന് സമൂഹത്തിനെ ബാധിക്കുന്നതും ആളുകൾക്ക് പ്രകടമായിട്ട് മനസ്സിലാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മുസ്ലിം പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. മുസ്ലിം പെൺകുട്ടികൾ മത നേതൃത്വത്തെ കാര്യമായിട്ട് പരിഗണിക്കാതെയായി. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പരിപാടികളിലും ആഘോഷയാത്രകളിലും വിജയാഘോഷങ്ങളിലും മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കണ്ട എന്ന് മതേതര പാർട്ടി എന്നറിയപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ സമസ്തയ്ക്ക് വേണ്ടിയിട്ട് ശാസന ഇറക്കേണ്ട അവസ്ഥയുണ്ടായി. പെരുന്നാളുകളിലൊക്കെ പടക്കവും മറ്റു കമ്പിത്തിരികൾ, പൂത്തിരികൾ എന്ന് പറയുന്ന തരത്തിലുള്ള അനിസ്ലാമികമായ ആചാരങ്ങളൊക്കെ കടന്നു വന്നു. മുസ്ലിം കുടുംബങ്ങൾ വ്ളോഗർമാരായിട്ടും അല്ലാതെയൊക്കെ ഒരു കാലത്ത് ഇസ്ലാമിക വിമർശകരെ ചീത്ത വിളിച്ചിരുന്ന ദമ്പതിമാർ, വനിതാരത്നങ്ങൾ, അവരൊക്കെ സ്വന്തം ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളും അതേപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു വേള ലൈംഗിക ശക്തി അല്ലെങ്കിൽ ലൈംഗിക ഉത്തേജന പ്രൊഡക്റ്റുകളുടെ ഒക്കെ
പെയ്ഡ് പ്രൊമോഷൻ വരെ ചെയ്യുന്ന തരത്തിൽ വ്ളോഗിങ് വിപുലമായി. മൂല്യന്മാരൊക്കെ വയല് പറഞ്ഞ് കുടുങ്ങി, അണക്ക് മരിക്കണ്ടേ പെണ്ണേ എന്നുള്ളത് ഇപ്പം തമാശവാചകമായി. അങ്ങനെ ഒരു അവസ്ഥയിലാണ് മുസ്ലിം സമൂഹം എത്തി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഹാരിസ് ബിൻ സലീം എന്ന് പറയുന്ന മുജാഹിദിന്റെ അല്ലെങ്കിൽ വഹാബി വിഭാഗത്തിന്റെ സലഫികൾ എന്ന് അവരെ തന്നെ വിളിക്കുന്ന അതിലെ ഒരു 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 സൗമ്യനായിട്ടുള്ള ഒരു പ്രഭാഷകനുണ്ട്. അദ്ദേഹം കുടുംബം, ബന്ധങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടവന്നു. ഒരു ചെറിയ വീഡിയോ, ഒരു 3 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ പൂർണ്ണരൂപം അന്വേഷിച്ച് പോയി. അതിൻ്റെ പൂർണ്ണരൂപം പൂർണ്ണമായിട്ടല്ല, ഏകദേശം ഒരു 35 മിനിറ്റോളമുള്ള വീഡിയോ കിട്ടി. അത് ഞാൻ കണ്ടു. ഇപ്പോൾ ഹാരിസ് ബിൻ സലീം ഇവിടെ മുസ്ലിം പെൺകുട്ടികൾക്കിടയിലുള്ള മതവിമർശനം അല്ലെങ്കിൽ എന്താ പറയുക, മതം ഉപേക്ഷിക്കുന്ന പ്രവണത, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പരിഹാരം എന്ന് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അദ്ദേഹം പരാമർശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും എനിക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയത്, മുഹമ്മദ് നബി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇസ്ലാം പകർന്നു കൊടുക്കുന്നതിന് മുഹമ്മദ് നബി ആവിഷ്കരിച്ചു കൊടുത്ത മുഹമ്മദ് നബിയുടെ തിരുസുന്നത്ത് അത് ഉപേക്ഷിച്ച് നൂതനമായ സൈക്കോളജിക്കലായിട്ടുള്ള മാർഗങ്ങൾ തേടണം എന്ന അദ്ദേഹത്തിൻ്റെ ആശയമൊക്കെ അതിനകത്ത് കടന്നു വരുന്നത് വളരെ കൗതുകകരമായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ട് അതിലൂടെ ഒന്ന് കുറച്ചു നേരം സഞ്ചരിക്കാം. എന്തുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികൾ, ഇപ്പം നമുക്കറിയാം മതം പഠിച്ച് മതം ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്, മതത്തിൻ്റെ പൊള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും കണ്ട് അനുഭവിച്ച് ബോധ്യപ്പെട്ട് മതം ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്, മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ജീവിതത്തിൽ പാലിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, മതത്തെ വിമർശിക്കുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ഉസ്താദിന്റെ മുന്നിലെത്തിയ പ്രശ്നം, ഉസ്താദ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് പഠിക്കാതെ തന്നെ മതം വിടുന്ന അവസ്ഥ, അല്ലെങ്കിൽ മതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറെ ഒരു ബാഹ്യ ഇടപെടലുകളോ പ്രത്യേകമായ പഠനമോ ചിന്തയോ ഒന്നുമില്ലാതെ മതം ഉപേക്ഷിക്കുന്ന, മതത്തിനോട് വെറുപ്പുളവാകുന്ന, മതത്തെ ഇഷ്ടമല്ലാത്ത, മതത്തിൻ്റെ രീതികൾ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത, പൊറുതിമുട്ടുന്ന, ആ വഴിയിൽ ഇസ്ലാമിനോട് ഒരു അകൽച്ച തോന്നുന്ന പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം അതിനകത്ത് പെട്ടുപോയ മനുഷ്യരുടെ ജീവിതത്തിലാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കുക. അതിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരുപോലെ പ്രയാസകരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. അത് ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ വഹാബികൾ പറയുന്നത് പോലെ 6-ാം നൂറ്റാണ്ടിലുള്ളത് അതുപോലെ ഇവിടെ പ്രയോഗിച്ചാൽ അത് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും അസഹനീയമായിരിക്കും. ആ അർത്ഥത്തിൽ അകത്തുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇതെത്രമാത്രം അസഹനീയമാണ് എന്നും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ, ആഴത്തിൽ പഠിക്കാതെ തന്നെ അത് ഉപേക്ഷിക്കാൻ അവർ പ്രേരിപ്പിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ഈ ഉസ്താദ് പറയുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടിട്ട് വരാം. ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ എന്നോട് സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു മറുപടി എന്താ, എന്നോട് പറഞ്ഞത്, എനിക്ക് വിശ്വാസമല്ല. നിനക്ക് അള്ള ഉണ്ട് എന്ന് നിനക്ക് വിശ്വാസമല്ലേ, പരലോകം ഉണ്ട് എനിക്കതൊന്നും വിശ്വാസമല്ല. അപ്പം എനിക്ക് പരലോകമുണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് എന്നൊന്നും വിശ്വാസമില്ല എന്ന് ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി പറയുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. വേറെ ഏതെങ്കിലും ഒരു മതത്തിലൊരു കുട്ടി എനിക്ക് ദൈവവിശ്വാസം ഇല്ല പറഞ്ഞാൽ അത് ഇത്രയും സംഭവമല്ല. പക്ഷേ ഒരു ചെറിയ പെൺകുട്ടി, മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച് കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, എനിക്ക് ദൈവത്തിലൊന്നും അള്ളാഹുലൊന്നും വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ അത് ഒരുപാട് മനുഷ്യരെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഇദ്ദേഹം വെളിച്ചം വീശുന്നത് നമുക്ക് കാണാം. ഞാൻ ചോദിച്ചു, അപ്പോൾ മോള് ഏതെങ്കിലുമൊക്കെ പിന്നെ ഈ ഫ്രീ തിങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിരീശ്വരവാദികളെ അങ്ങനത്തെ വല്ലവരുടെയും സൈറ്റിലൊക്കെ കയറി ക്ലാസ്, അങ്ങനത്തെ ക്ലാസ്സൊന്നും ഞാൻ കേട്ടിട്ടില്ല, പിന്നെ ഇങ്ങനെ ഈ പടച്ചല്ല പറയണത്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ സമയം ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ പിന്നെ വുജൂദ് ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. എനിക്ക് തോന്നി ഏകദേശം ആ കുട്ടിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ വന്നു. അതിനൊരു സമാധാനത്തിന് അങ്ങനെ തോന്നി. ഒരു അരമണിക്കൂർ കൊണ്ട് ആ കുട്ടി ഒരു 10-14 വർഷം അനുഭവിച്ച പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയെങ്കിൽ അദ്ദേഹം നല്ലൊരു കൗൺസിലറാണ്, ഇതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അതോ ഉസ്താദിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ? കാരണം അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഇവിടെ പല ആളുകളും പറയുന്നത് പോലെ ഇസ്ലാം മത വിമർശകരല്ല കുട്ടികളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ഇസ്ലാം മത വിമർശകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ആ കുട്ടികളുടെ മനസ്സിൽ പണ്ടേ ഉള്ളതാണ്. നമ്മൾ പറയുന്ന ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ കാലങ്ങളായിട്ട് ചെറിയ പ്രായം തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മളെ വിമർശനങ്ങളൊക്കെ കേൾക്കുന്നതിന് മുൻപേ തന്നെ ആ മതം അസഹനീയമായ എന്തോ ആണ് എന്ന് തിരിച്ചറിയുകയും അതിനോടൊരു അകലം, അതിനോടൊരു വെറുപ്പ് ഉളവാക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വിമർശകരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല, ഏതെങ്കിലും യുക്തിവാദ പ്രഭാഷണങ്ങൾ കേട്ടിട്ടില്ല, ക്ലാസ്സിൽ പോയിട്ടില്ല, വെബ്സൈറ്റിൽ കയറിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും കുട്ടിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല. ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്, വളരെ ഗൗരവതരമായ കാര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നീ ഒരു അള്ള ഇല്ല എന്ന് നിന്നെ പറയിപ്പിച്ചത് എന്താണെന്ന്? അതിൻ്റെ കാരണം ആ കുട്ടി പറയുമ്പോഴാണ് നമ്മൾ എത്രമാത്രം നമ്മൾ പാരൻസിന് ക്ലാസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്താ പറയാൻ കാരണം, ഈ കുട്ടിക്ക് ദീനിയായ ശരിയായ ഒരു ബോധം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഉമ്മയും വാപ്പയും നല്ല ദീനിയാണ്. അവിടെ ഒരു വശപ്പശകുണ്ട്. അതായത്
വാപ്പയും ഉമ്മയും ഭയങ്കര ദീനിയാണെങ്കിൽ കുട്ടീനെ ദീനിയായ ബോധം കിട്ടിയിട്ടില്ല, മതപരമായ ബോധം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ ശരികേടുണ്ട്. എന്ന് മാത്രമല്ല, അത് നമുക്ക് അടുത്ത സെന്റൻസിൽ മനസ്സിലാവും. ഇദ്ദേഹം പറയുന്ന മതബോധം വേറെയാണ്, അത് അദ്ദേഹം വിശദീകരിക്കും, അത് നമ്മൾ പറയുകയും ചെയ്യും. ഇദ്ദേഹം മതപരമായ വിദ്യാഭ്യാസം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവും, മദ്രസയിൽ പോയിട്ടുണ്ടാവും. നല്ല ദീനുള്ള വാപ്പയും ഉമ്മയാണെങ്കിൽ, വാപ്പാക്കും ഉമ്മാക്കും ഒരുപോലെ മൂത്ത മതമുണ്ടെങ്കിൽ ആ കുട്ടി ഒരു പക്ഷേ ഈ ഫിത്തറ എന്ന് പറയുന്ന ചെറിയ കുട്ടികൾക്ക്, 3ാം ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് മതം തലയിലേക്ക് കുത്തി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു കുഞ്ഞിനെ ഒരു മനുഷ്യൻ എന്ന് സ്വയം തിരിച്ചറിയുന്നതിന് മുൻപ് ഒരു മുസ്ലിം എന്ന് തിരിച്ചറിയുന്ന തരത്തിലേക്ക് ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വം പരുവപ്പെടുത്തുന്ന തലച്ചോറ് ചെറിയ പ്രായത്തിൽ തന്നെ മതം കലക്കുന്ന ഒരേർപ്പാട് ഉണ്ട്. അപ്പം അത്തരം എല്ലാ ചിട്ടകളിലൂടെയും ആയിരിക്കാം ആ കുട്ടി വളർന്നു വന്നിരിക്കുക. അതല്ലാതെ വേറെ സാഹചര്യമില്ല. വാപ്പാക്കും ഉമ്മാക്കും നല്ല ദീനിയാണെങ്കിൽ കുട്ടിക്ക് മതബോധനം ശരിക്ക് കിട്ടിയിട്ടുണ്ട്, മതശിക്ഷണം ശരിയായ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വാസ്തവത്തിൽ ആ മതബോധനവും മതശിക്ഷണവും തന്നെയാണ് ആ കുട്ടിയുടെ പ്രശ്നം. അത് അദ്ദേഹം പറയുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു മതബോധം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഇത് രണ്ടും തമ്മിൽ ഉസ്താദ് ഒരു വ്യത്യാസം പറയുന്നുണ്ട്. അതന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയവും. ഉമ്മി വാപ്പ എന്ത് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഉമ്മ എന്ത് ചെയ്യും, ഒരു സ്വൈരം കൊടുക്കാതെ അവിടെ പുന്നാല കൂടും. ആ മക്കനൊന്നും ഇങ്ങിട്ടിട്ട്, ആ മക്കനൊന്നും ഇങ്ങിട്ടിട്ട്, മാർത്തിട്ട് ഒന്ന് പിടിച്ച് കുത്ത്, ഇതൊന്ന് നിസ്കരിക്ക്, ഇതൊന്ന് വേ നീക്ക് എന്ന് പറഞ്ഞ് ഓൾക്ക് ഒരു കാര്യം ചെയ്യാനും ഇഷ്ടമല്ല. കാരണം ഓൾക്ക് എന്താണ്, അതിനോടൊന്നും താല്പര്യം. അങ്ങനത്തെ ഒരു കുട്ടിനെ കൊണ്ട് എന്ത് ചെയ്യാണ്, 14 കൊല്ലം ദീന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ആ കുട്ടി പാരായത്, ദൈവനിഷേധിയായത്. അപ്പോൾ എന്താ അങ്ങനെ ദൈവനിഷേധിയാവുന്നത്? ഈ ദീനാണ് എനിക്ക് വീട്ടിൽ നിൽക്കാനുള്ള ഇടങ്ങേറെന്നാണ് ഓൾ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇമ്മ കുറച്ച് ദീനുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ദീനോട് ഇടങ്ങേറ്. ഈ പടച്ചോനും പരലൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇടങ്ങേറില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് ഓള് ഒരു ദൈവനിഷേധിയായത് മനസ്സുകൊണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ട് അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം അത് സമ്മതിക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പ്രാഥമികമായി ആ മതത്തിനകത്ത് ജനിച്ചു വീഴുന്ന അവിടെ വളരുന്ന കുട്ടികളുടെ നരകമാണ് ഭൂമിയിൽ. യാതൊരു തരത്തിൽ ശാസ്ത്രീയമായിട്ട് കുട്ടികളുടെ മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ പരിഗണിക്കാത്ത, യാതൊരു ലോജിക്കുമില്ലാത്ത, കുട്ടികളുടെ തലച്ചോറിലേക്ക് ആ പ്രായത്തിൽ ഒരു കാരണവശാലും എത്താണ്ടതില്ലാത്ത ഒരുപാട് മതനിയമങ്ങളും പ്രാർത്ഥനകളും ദിക്റുകളും കുത്തി നിറച്ച് കുട്ടിയെ ഒരു മതജീവിയാക്കി വളർത്താൻ വേണ്ടി 4 ഭാഗത്തുനിന്നും പ്രഷറിട്ട് സാമാന്യമായിട്ടുള്ള സാധാരണഗതിയിലുള്ള ഒരു വളർച്ച, ഒരു തലച്ചോറിൻ്റെ വളർച്ച, മാനസികാരോഗ്യത്തോടു കൂടിയുള്ള ആ കുട്ടിയുടെ ഒരു വളർച്ച, ഇതിനെയൊക്കെ ബാധിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ശിക്ഷണം എന്ന് പറയുന്ന സാധനം. അങ്ങനെ അത് സഹിക്കാൻ പറ്റാതെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഉമ്മാക്ക് ദീനുള്ളതാണ് എന്ന് ഇത് പറയുന്ന കുട്ടികളുടെ എണ്ണം എടുത്താൽ നിങ്ങൾ ഞെട്ടിപ്പോവും. മതബോധം കൂടിയ ആളുകളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. റൂമിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച്. ഒരുത്തന് ഇച്ചിരി ദീന് കൂടുതലാണെന്ന് വിചാരിക്കാം, അവന് സുബഹിക്ക് ഫസ്റ്റ് ജമാഅത്തിന് പോകണം എന്ന് വിചാരിക്കാം, അവൻ ഇറങ്ങിപ്പോവില്ല. അവൻ ഉറങ്ങിക്കിടക്കുന്ന മുസ്ലിങ്ങളെ മുഴുവൻ തട്ടി ഉണർത്തും, നിർബന്ധിക്കും. ഇത് മതബോധനത്തിന്റെ രീതിയാണ്. കൂട്ടുകാരുടെ അവസ്ഥ അതാണെങ്കിൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച്, ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക ഫിഖ്ഹും അനുസരിച്ചിട്ട് നിയന്ത്രണാധികാരത്തിന് കീഴിലുള്ള തന്റെ സമ്പത്തിന്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ദയനീയമായിരിക്കും. എന്ന് മാത്രമല്ല, ഇവിടെ ഹാരിസ് ബിൻ സലീം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ രക്ഷിതാക്കൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ പുറകെ കൂടും, മക്കൻ അങ്ങനെ ഇട്, മക്കൻ ഇങ്ങനെ ഇട്, ഇജ്ജൊന്ന് എഴുന്നേക്ക്, ഇജ്ജൊന്ന് നിസ്കരിക്ക് എന്ന് ഉമ്മ പറഞ്ഞ് ഇങ്ങനെ ശല്യം ചെയ്യും. അങ്ങനെ ഉമ്മാനെയും കൊണ്ട് കുട്ടി പൊറുതി മുട്ടി. അവസാനം ഉമ്മ ഈ കൊടുക്കുന്ന പ്രഷർ മതത്തിനോടുള്ള വിരോധമായിട്ട് ആ കുട്ടിക്ക് മാറി. അങ്ങനെ ആ കുട്ടി മതം വിട്ടു. ഞാൻ ചോദിക്കുകയാണ്, ഈ അവസ്ഥ കൊണ്ട് മതം വിടുകയാണെങ്കിൽ ദീനീബോധമുള്ള സകല കുട്ടികൾക്കും വിശ്വാസം തുടക്കത്തിലേക്ക് കലങ്ങിയിട്ടുണ്ടാവും. കാരണം ദീനീബോധമുള്ള രക്ഷിതാക്കളുടെ എല്ലാ വീട്ടിലെ അവസ്ഥ ഇതാണ്. എല്ലാ വീട്ടിലെ അവസ്ഥ ഇതാണ്. ആ കുട്ടികളുടെ പ്രായമോ അവരുടെ അവസ്ഥയോ ഒന്നും പരിഗണിക്കാതെ, അവരുടെ ആരോഗ്യമോ അവരുടെ മാനസികാവസ്ഥ ഒന്നും പരിഗണിക്കില്ല. മതം 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 മതം. എന്നിട്ട് ഇപ്പോൾ ഉസ്താദ് പറയുന്നത് ഉമ്മാക്ക് കുറ്റ. ഉമ്മാക്ക് എങ്ങനെ കുറ്റം? കുട്ടികളെ നരകത്ത് കിടക്കാതിരിക്കണമെങ്കിൽ ഉമ്മാരുടെ ഉത്തരവാദിത്തമല്ലേ, വാപ്പാന്റെ ഉത്തരവാദിത്തമല്ലേ? കുട്ടി ഏതെങ്കിലും തരത്തിൽ മതചിട്ടയില്ലാതെ വളർന്നു വന്നാൽ നാളെ പടച്ചോന്റെ അടുത്ത് ഈ കുട്ടി ഉമ്മാക്കെതിരെ സാക്ഷി പറയുന്നു പറഞ്ഞിട്ട് പാപം ഈ ഉമ്മാനെ ചെറിയ പ്രായത്തിൽ പേടിപ്പിച്ചു വിട്ടതല്ലേ? ഇനി ഉമ്മാക്കില്ലെങ്കിൽ വാപ്പാക്കുണ്ടായാൽ മതി. ഉമ്മ വാപ്പാന്റെ അധികാര പരിധിക്ക് കീഴിലല്ലേ? കുട്ടി വാപ്പാന്റെതല്ലേ? വാപ്പാന്റെ കുട്ടീനെ വാപ്പ വിചാരിക്കുന്ന വിധം വളർത്തുക എന്നതല്ലേ ഉമ്മാന്റെ ജോലി. അപ്പൊ അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ഇത് ഞാൻ പറയുന്നത്, ഇത് ഞാനല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്, ഇത് ഉസ്താദാണ് പറഞ്ഞത്. വളരെ അസഹനീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ട് ആ മതത്തിനോട് ഒരു വെറുപ്പുണ്ടാവുന്ന അവസ്ഥ, അങ്ങനെ ദൈവവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ, ആ അവസ്ഥയിലുള്ള മനുഷ്യന്മാർ എത്രയായിരിക്കും ആലോചിക്കും. സഹമുറിയന്മാരുടെ സുബഹി നിസ്കാരത്തിന്റെ പ്രാന്ത് കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് പ്രാക്കും കച്ചറയുമാകുന്ന എത്ര പ്രവാസികൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഒരു മനുഷ്യനിൽ ആ ഒരു ഇതങ്ങ് മൂത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അയാളുമായിട്ട് കൂടെ ജീവിക്കുന്നവരുടെ ജീവിതം കട്ടപ്പുകയായിരിക്കും, ചുറ്റും ജീവിക്കുന്നവരുടെ കാര്യവും തദൈവം. ഇതാണ് പ്രശ്നം.
ഇങ്ങനെയാണ് പഠിക്കാതെ മതം വിടുന്ന ഒരു സിനാരിയോ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കേട്ടോ. പഠിച്ചിട്ട് മതം വിടുന്നത് വേറെ, പഠിക്കാതെ മതം വിടുന്ന കുട്ടികളുടെ അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത്. ഇതിൽ ഏറ്റവും രസം, ഉമ്മാനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉമ്മ ഈ കുട്ടീനോട് ചെയ്യാൻ പറഞ്ഞൊക്കെ ദീൻ ഈ കുട്ടിയിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ, നേരത്തെ ഉസ്താദ് പറഞ്ഞ മാനസികാവസ്ഥ, ബോധ്യം, ബോധനം അതിന്റെ ഭാഗമാണ്. അപ്പൊ കുട്ടികൾ ഉമ്മാന്റെ ബോധനം കൊണ്ട് മതം വിട്ടാൽ അതിന്റെ അർത്ഥം ആ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഈ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന സാധനത്തിന് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ പരിശീലിപ്പിക്കുന്ന രീതിക്ക് ഒരു പ്രശ്നമുണ്ട് എന്നാണ്. ഞാൻ രീതിക്ക് കുറ്റം പറയാൻ പറ്റുമോ? 14 വയസ്സും 15 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് ഉമ്മ നിസ്കരിക്കുക എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയില്ലെങ്കിൽ അതിന് പഠിച്ചോൻ്റെ നിന്ന് വേറെ കിട്ടൂലേ? എന്റെ ഉസ്താദ് പറയണത് ഇത് വേറെ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി ഹദീസിലൂടെ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു രീതിയെ തള്ളി മറ്റൊരു തരത്തിൽ കുട്ടികളെ പരുവപ്പെടുത്തിയെടുക്കണം എന്നുള്ളതാണ് ഉസ്താദിന്റെ വാദം. അതുകൊണ്ടാണ് ഉമ്മമാർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കണം, രക്ഷിതാക്കൾക്ക് പരിശീലനത്തിന്റെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കണം, നിങ്ങളെ കുട്ടികളോടൊക്കെ നിസ്കരിക്കാൻ പറയുമ്പോൾ ആ കുട്ടിക്ക് നിസ്കാരം ബോധ്യപ്പെടുത്തി നിസ്കരിക്കാൻ പറയുന്നത്, തട്ടിടുന്നത് ബോധ്യപ്പെടുത്തിയിട്ടാണോ തട്ടിടാൻ വേണ്ടി പറയുന്നത്? ഈമാൻ ബോധ്യപ്പെടാത്ത ഒരാൾക്ക് എന്തെങ്കിലും അമല് ബാധ്യത ഉണ്ടോ സുഹൃത്തുക്കളെ? ഈമാൻ ഉള്ളിൽ തട്ടാത്ത ഒരാൾക്ക് ഒരു അമല് ബാധ്യത ഉണ്ടോ? ഈമാനാണ് പ്രധാനം. വിശ്വാസം ഉറക്കാതെ ഒരാൾക്കും ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് വിരുദ്ധമാണ്. വിശ്വാസം ഉറച്ച് ബോധ്യം വന്നതിന് ശേഷമല്ല ഇബാദത്തിലേക്ക് കടക്കുന്നത്. ഇത് ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടികൾക്ക് ഈമാൻ ഉറക്കാതെ ബോധ്യം വരാതെ അമല് ചെയ്യിപ്പിക്കുന്നത്, നിസ്കാരം എന്ന് പറഞ്ഞ് കുട്ടികളെ നിസ്കരിപ്പിക്കുന്നത് ആ നിസ്കാരത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധനം കൊടുത്തതിന് ശേഷമാണോ? ആണോ? ഇവിടെ ഇദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. ആധുനികമായ രീതിയിൽ ഇതിനെങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളൊരു ശ്രമം നടത്തുകയാണ്. പക്ഷേ ഇസ്ലാമിന്റെ ഫിഖ് അനുസരിച്ചും ഇസ്ലാമിന്റെ മുഹമ്മദ് നബിയുടെ ഉപദേശം അനുസരിച്ചും പിതാവിന്റെ ബാധ്യത എന്താ? 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം എന്നാണ്. 10 വയസ്സ് പറഞ്ഞാൽ എത്ര ചെറിയ കുട്ടിയായിരിക്കും നിങ്ങൾ ആലോചിക്കുക. ഈ പറയപ്പെടുന്ന ഈമാനൊക്കെ പഠിച്ച് ബോധ്യപ്പെട്ട അള്ളാഹിനെയൊക്കെ മനസ്സിലാക്കി പ്രവാചകന്റെ റിസാലത്ത് മനസ്സിലാക്കിയിട്ട് അതിൽ കർമ്മങ്ങളൊക്കെ പഠിച്ച് അതിന്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കി പൂർണ്ണമായ ബോധ്യം വരേണ്ട പ്രായമാണോ ഉസ്താദ് 7 വയസ്സ്? ആ 7 വയസ്സിലാണ് നിങ്ങൾ പരിശീലിപ്പിക്കുന്നത്, നിസ്കരിക്കാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത് അതിൻ്റെയും ചെറിയ പ്രായത്തിലാണ്. എവിടെ? അൽഫിത്രയിലൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികൾ ഖുർആൻ ഹിഫ്ള് വരെ പഠിപ്പിക്കും, ഖിറാഅത്ത് പഠിപ്പിക്കും. ഖുർആൻ ഹിഫ്ള് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല കേട്ടോ, പ്രധാനപ്പെട്ട സൂറത്തുകൾ കുറച്ചെണ്ണൊക്കെ. അതൊക്കെ തൊള്ളപ്പാഠം പഠിക്കുകയാണ്, വേറെന്താ? ബൈ ഹേർട്ട്, വെറുതെ വായ കൊണ്ട് പറയാൻ പഠിക്കുക. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ എൻ്റെ അള്ളാഹ് എന്തും മുഹമ്മദ് നബി ഈ 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടിക്ക് തത്തമ്മേ പൂച്ച എന്ന് ചൊല്ലിക്കൊടുക്കുന്ന കുഞ്ഞു കുട്ടികളുടെ തലച്ചോറിലേക്ക്. എന്നിട്ട് ആ പഠിച്ച അറിവ് വെച്ച് നിസ്കരിക്കേണ്ട രൂപം, ഉളു ചെയ്യേണ്ട രൂപം, അതിന് ചൊല്ലേണ്ട പ്രാർത്ഥനയൊക്കെ 3-ാമത്തെ വയസ്സിലും 4-ാമത്തെ വയസ്സിലും പഠിപ്പിക്കും. ഒന്നും അറിയാത്ത കുട്ടികൾ വാപ്പ നിസ്കരിക്കുന്നതിന്റെ പുറകിൽ വെറുതെ നിന്ന് തലകുത്തി മറിയാൻ പരിശീലിപ്പിക്കും. അങ്ങനെ നിസ്കരിക്കുന്ന കുട്ടികൾ ചെറിയ പ്രായത്തിലൊക്കെ വാപ്പയും ഉമ്മയും നിസ്കരിക്കുന്ന സമയത്ത് ഈ അറബിയിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ പുറത്തു വരുന്ന ഈ ശബ്ദം മാത്രം അനുകരിച്ച് നിസ്കരിക്കുന്ന കുട്ടികൾക്ക് എല്ലാ നാട്ടിലും എല്ലാ വീടുകളിലെയും നിത്യ കാഴ്ചയാണ്. അവർക്ക് ഇതെന്താ ചെയ്യണമെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. വാപ്പ ചെയ്യണത് ഉമ്മ ചെയ്യുന്നു, അതേപോലെ ചെയ്യുന്നു. ഇങ്ങനെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. ഇവിടെ ഉസ്താദ് പറയണത് നല്ല ബോധ്യം വന്നതിന് ശേഷം നിസ്കരിക്കണം എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണോ നിസ്കരിക്കാൻ പറയണെന്നാണ്. നിങ്ങൾ എന്താണ് പറയുന്നത് ഉസ്താദ്? 7 വയസ്സിലെ കുട്ടികൾക്ക് ഇതൊക്കെ ബോധ്യപ്പെടുവോ? 10 വയസ്സിൽ അടിക്കണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞു എന്നാണ്. അപ്പൊ 10 വയസ്സ് മുതൽ അടിക്കാൻ പറയുന്ന, അത് പരിശീലിപ്പിക്കുന്ന, തല്ലി നിസ്കരിപ്പിക്കുന്ന പ്രായം 10 വയസ്സാണ്. അപ്പൊ 10 വയസ്സിനും ശേഷമുള്ള കുട്ടികളെ തല്ലി പഠിപ്പിക്കണ്ടേ? ഇല്ലേ? മദ്രസയിൽ നിന്നുള്ള തല്ല് വേറെ, 7 വയസ്സ് കഴിഞ്ഞിട്ട് മദ്രസയിൽ അടി വേറെയാണ്. മദ്രസയിൽ അടിയുടെ മനഃശാസ്ത്രം എന്താ? ഉസ്താദിന് പേടി ഉണ്ടാവണം, ഉസ്താദ് തല്ലിയോടെ നരകത്തിൽ കിടക്കൂല. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ്. എന്നിട്ടിപ്പോൾ ഉസ്താദ് പറയാണ് അങ്ങനെയൊന്നും ചെയ്യരുത്, ഈമാൻ ഉറച്ചിട്ട് മതി. ഈമാൻ ഉറച്ചിട്ട് നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് നിസ്കാരം തുടങ്ങേണ്ടത് ഉസ്താദ് പറയും? ഒരു കുട്ടിക്ക് പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടാവ് എന്ന സങ്കല്പത്തെക്കുറിച്ചും അങ്ങനെ നാട്ടിലെമ്പാടുമുള്ള നിരവധിയായിട്ടുള്ള മതസങ്കല്പങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചതിന് ശേഷം അതിലേറ്റവും മികച്ചത് ഇസ്ലാമാണ് എന്ന് ശരിയായ അർത്ഥത്തിൽ ബോധ്യം വന്നതിന് ശേഷം ആ ഇസ്ലാമും അതിൻ്റെ റിസാലത്തും ഇതൊക്കെ പഠിച്ചിട്ട് ഇസ്ലാമിലെ നിയമങ്ങളും ഇസ്ലാമിൻ്റെ ആരാധനയൊക്കെ പഠിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ എത്രാമത്തെ വയസ്സിലാണ് ഉസ്താദ് നിസ്കാരം തുടങ്ങേണ്ടത്? നിങ്ങൾ മാത്രം പറയണത് 10 വയസ്സാകുമ്പോൾ കുട്ടികളെ അടുപ്പിക്കണം. ഈ ഉസ്താദ് ഇപ്പൊ പറയണത് കണക്കാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് 19 വയസ്സൊക്കെ ആയിട്ട് കുട്ടികളുടെ അടുത്ത് ഈ സാധനം എടുത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ പഠിച്ച വാപ്പയും ഉമ്മയും, ദീനിയായ വാപ്പയും ഉമ്മയും അവർ പഠിച്ചതനുസരിച്ച് 7 വയസ്സ് മുതൽ കുട്ടീനെ നിസ്കരിപ്പിക്കും. 10 വയസ്സാകുമ്പോൾ കുട്ടീനെ അടിക്കാൻ തുടങ്ങും. കുട്ടിക്ക് കാര്യം മനസ്സിലാവില്ല. കുട്ടി 14 വയസ്സാകുമ്പോഴത്തിന് ഇത് ദുസ്സഹമായ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകും. ഇതിനോട് വെറുപ്പുണ്ടാകും. സ്വാഭാവികല്ലേ? അപ്പൊ ഉസ്താദിന് പരിഹാരം ആദ്യം ഇതൊക്കെ ഉണ്ടാവട്ടെ. ഇതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട്. കുട്ടികൾ വളരട്ടെ, അവർ പഠിക്കട്ടെ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഷയും മറ്റു ടൂൾസും പഠിക്കട്ടെ, ആവശ്യമായിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസവും കൂടി നേടട്ടെ.
അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനുള്ള പ്രായവും പക്വതയും എത്തട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മതം പഠിപ്പിച്ചു കൊടുക്ക്, എന്നിട്ട് അവർക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്ക്. അവർ തന്നെ നിസ്കരിച്ചോളല്ലോ. അവിടത്തേക്കപ്പാണ് ഉസ്താദ് പറഞ്ഞു വരുന്നത്. അങ്ങനെ നിസ്കാരം പഠിപ്പിച്ചിരുന്നെങ്കിൽ നിസ്കരിക്കുന്ന എത്ര ആൾ ഉണ്ടാവും ഇന്ന്? അതൊന്ന് ആലോചിക്ക്. അപ്പൊ ഉസ്താദ് ഇപ്പൊ പറയുന്ന ഈ സൂത്രം ഇസ്ലാമിൽ അടിവേരളകി പോകുന്ന സാധനമാണ്. അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ പോണ പോലെ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ആ വിശ്വാസം ശരിക്കും ഉള്ളിൽ തട്ടി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ആ കുട്ടി ചെയ്യണം. നിസ്കാര സമയമാകുമ്പോൾ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കാളൽ, ഒരു ബേജാർ ആ കുട്ടിക്ക് സ്വന്തം ഉണ്ടാവണം. അല്ലേ, തട്ടം നീങ്ങുമ്പോൾ തട്ടം നീങ്ങിയല്ലോ എന്ന പേടി ആ കുട്ടിക്കുണ്ടാവണം. അതില്ലാത്ത കുട്ടികളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർബന്ധിക്കുമ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അവർ മതത്തിനെതിരാവുകയാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇത് ഒന്നും രണ്ടും അനുഭവങ്ങളല്ലോ ഞാൻ പറഞ്ഞത്. ആയിരിക്കാനൊരു സാധ്യതയില്ല. ഒന്നും രണ്ടൊന്നല്ല, നിരവധിയാണ്. ഉസ്താദിന്റെ അടുത്ത് കിട്ടിയ 100 കണക്കിനോ 1000 കണക്കിനോ അല്ല, 10,000 ലക്ഷക്കണക്കിന് വീടുകളിലെ അവസ്ഥയാണ്. എന്താ ചെയ്യാൻ പറ്റുക? എന്നിട്ട് ഉസ്താദ് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവർക്ക് ഇതൊക്കെ ചിന്തിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അവരെ നിസ്കരിപ്പിക്കാൻ പരിശീലിപ്പിക്കണം. എന്നിട്ട് ആ ബോധ്യത്തിലൂടെ അവരെ എവിടെ എത്തേണ്ടതെന്ന് അറിയോ? ഉമ്മയെ നിസ്കരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു ആദി കയറണം. മനസ്സിലായോ? ഒരു കാര്യത്തെ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നിസ്കരിക്കുന്നതിനെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ ബോധ്യത്തിലൂടെ എവിടെ എത്തണം എന്ന ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത്? ഉമ്മയെ നിസ്കരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു ആന്തലുണ്ടാവണം, ഒരു ആളലുണ്ടാവണം. തട്ടം നേരായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവണം. അപ്പൊ ഉസ്താദ് നിങ്ങൾ നേരത്തെ അതിനു മുമ്പ് കൊടുത്തത് ബോധിപ്പിക്കലാണോ പേടിപ്പിക്കലാണോ? ഇതന്നെയല്ലേ വാപ്പി ഉമ്മയും ചെയ്യണേ? നിങ്ങൾക്ക് ഈ ടെറർ വിട്ടൊരു പരിപാടിയില്ലേ? ഈ ഹൊററും ടെററും വിട്ടൊരു കളിയില്ലേ? നിസ്കരിക്കൽ ശരിയായ രീതിയിൽ നിസ്കരിക്കേണ്ടതാണ് എന്ന് ബോധ്യം വന്നാൽ, ഇസ്ലാം ബോധ്യം വന്നാൽ, ദീന് ബോധ്യം വന്ന കുട്ടിക്ക് നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആന്തലുണ്ടാവണം. എന്തിനാണ്? അള്ളാഹിനെ പേടിച്ചിട്ടാ? അങ്ങനെയാണെങ്കിൽ ആ പേടിയില്ലേ? നിങ്ങൾ പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ ഭയമല്ലേ? നരകത്തെ തൊട്ടുള്ള ഭയമല്ലേ? മരണത്തെ തൊട്ടുള്ള ഭയമല്ലേ ചെറിയ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? അതും അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമല്ലേ? ഇതാകെ കൊഴിഞ്ഞല്ലോ. അതുകൊണ്ട് കുട്ടികൾക്ക് ശരിയായ ബോധം നൽകുക. ഞാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടികളെ ബോധ്യപ്പെടുത്താനൊരു പണിയില്ല. ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കുറേ കാലത്തെ പ്രയത്നത്തിനൊന്നും ആവശ്യമില്ല. അതെ. ഇനി എങ്ങനെയാണ് ബോധ്യപ്പെടുത്തേണ്ടതെന്നാണ്. ബോധ്യപ്പെടുത്തണം എന്നതിന് വേണ്ടി ഉസ്താദ് പറയുന്നത് എന്താണെന്നറിയോ? ഉസ്താദ് ഇത്ര നേരം പറഞ്ഞില്ലേ, അത് നേരെ തിരിച്ചു മറിച്ച് വീണ്ടും ആ 7-ാം വയസ്സിലെ ഉപദേശം 10-ാം വയസ്സിലെ അടിയിലേക്ക് പോകണം. നിങ്ങൾ കണ്ടോളി. അറിവ് കിട്ടാൻ സമയം വേണം. ഒരു കുട്ടിക്ക് അറിവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ 8-ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണം. അല്ലാത്ത കുട്ടിക്ക് അറിവ് കിട്ടില്ല. ഭാഷ പഠിക്കണമെങ്കിൽ, ഖുർആൻ അർത്ഥം പഠിക്കണമെങ്കിൽ, നിസ്കാരത്തിലെ ദിക്റുകൾ ചെല്ലണമെങ്കിലും, അദ്കാറുകൾ പഠിക്കണമെങ്കിലും ഒക്കെ എന്ത് വേണമെന്നറിയോ? ആ കുട്ടിക്ക് അറിവ് കിട്ടണമെങ്കിൽ നമ്മുടെ സിലബസ് ഒക്കെ വെച്ച് പഠിപ്പിക്കണം. അതെ. ഇനി ചെറിയ കുട്ടികൾക്ക് ബോധം ഉണ്ടാവണമെങ്കിൽ, ദീനീ ബോധം ഉണ്ടാവാനും ദീനീ ചിട്ട ഉണ്ടാവാനും, നേരത്തെ ഉസ്താദ് പറഞ്ഞ നിസ്കരിക്കാത്തപ്പോഴും തലയിൽ തട്ടമിടാത്തപ്പോഴുള്ള ഭയം ഉണ്ടാവാനൊന്നും കുറേ സമയമൊന്നും വേണ്ട. അതൊക്കെ പെട്ടെന്ന് നടക്കണ കാര്യമാണ്. മറ്റേത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചിട്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അത് സിലബസ് വെക്കണം, ഉസ്താദന്മാർ വെക്കണം, മദ്രസക്ക് പറഞ്ഞേക്കണം, സമയം എടുക്കും. എന്തിന്? പഠിക്കാൻ. പക്ഷെ ബോധ്യം ഉണ്ടാവാനോ? അത് എളുപ്പമാണ്, സിമ്പിളാണ്. മനസ്സിലായി? അപ്പൊ പഠിക്കാണ്ട് എങ്ങനെ ഉസ്താദ് ഏത് കുട്ടികൾക്ക് ബോധ്യപ്പെടുക? പഠിക്കാതെ അവർക്ക് ഉണ്ടാവുന്നതിന് എങ്ങനെയാണ് അവരുടെ ബോധ്യം എന്ന് പറയുക? ഈ പ്രശ്നമുണ്ട്. എങ്കിലും ഇനി എങ്ങനെയാണ് പഠിക്കാതെ ബോധം ഉണ്ടാക്കുക? ഉസ്താദ് പറഞ്ഞുതരും. ഏകദേശം ഒരു 10 വയസ്സ് വരെ എന്ത് ചെയ്യുന്നു? ആ കുട്ടികൾക്ക് നിങ്ങൾ ശീലങ്ങൾ ഉണ്ടാക്കണം. നല്ല ശീലങ്ങൾ. നിസ്കരിക്കാനും, നല്ല എനിക്ക് പെരുമാറാനും, വേറുള്ളവർക്ക് ഷെയർ ചെയ്യാനും, എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുക്കാൻ, നല്ല നല്ല ശീലങ്ങളെ അവരിൽ ഉണ്ടാക്കാം. നല്ല ഉണ്ടാവും. പിന്നെ ഒരു 10 വയസ്സോ 10 വയസ്സ് കേട്ടോ, 10 വയസ്സ് നോട്ട് ദ പോയിന്റ്. ഉസ്താദ് പറയുന്നത് 10 വയസ്സ് വരെ നമ്മൾ ചെറിയ കുട്ടികളിൽ നല്ല നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ചെയ്യാൻ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, പ്രേരിപ്പിക്കുക, മാതൃക കാണിച്ചു കൊടുക്കുക, ചെയ്ത് കാണിക്കുക. അങ്ങനെ നിസ്കരിക്കാനും ഒതുണ്ടാക്കാനും ഇതൊക്കെ 10 വയസ്സ് വരെ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച് പരിശീലിപ്പിക്കുക. അപ്പം നല്ല നല്ല കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കട്ടെ. 10 വയസ്സാണേ. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ ചെറിയൊരു കാര്യമാവാം. ഇതന്നെയാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ. ഇതന്നെയാണ് നേരത്തെ പറഞ്ഞ ഉമ്മ ചെയ്തത്, വാപ്പ ചെയ്തത്. 10 വയസ്സ് വരെ അവർ പരിശീലിപ്പിച്ചു. 11, 12, 13 ഒക്കെ ആയപ്പം വാപ്പയും ചീത്ത പറയാൻ തുടങ്ങി, അടിക്കാൻ തുടങ്ങി. ഇനി ഇദ്ദേഹം പറഞ്ഞത് എന്താ? 10 വയസ്സ് വരെ ഈ സാധനം തലയിൽ കുത്തി വെച്ച് കൊടുക്കുക, 10 വയസ്സ് വരെ ഇതൊക്കെ പരിശീലിപ്പിക്കുക. 10 വയസ്സ് കഴിഞ്ഞാലോ? പിന്നെ ഒരു 10 വയസ്സോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തരും. പിന്നെ അവർ സ്വതന്ത്രമാണ് മനസ്സിൽ. പിന്നെ നമ്മൾ അവരെ ഉപദേശിക്കാനും ഇടപെടാനും നിൽക്കുമ്പോഴൊക്കെ അവർ ദേഷിക്കണം നമ്മളോട്. നമ്മുടെ ശത്രുക്കളാവും. അപ്പോൾ നമുക്കെന്താണ്? ഒരു സുഹൃത്തുക്കളെ പോലെ കൂടെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ഒപ്പം അങ്ങനെ പോകലേ പറ്റുള്ളൂ. കുറച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു സമയം അപ്പോൾ വരും. 10 വയസ്സായ അടി തുടങ്ങും. അതാണ് ഇപ്പൊ പറഞ്ഞത്. കുറച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു സമയം അപ്പോൾ വരും. ഇതന്നെയല്ലേ ഉസ്താദെ ഉമ്മയും വാപ്പയും ചെയ്തത് ആ കുട്ടിയോട്? 10 വയസ്സ് വരെ പരിശീലിപ്പിച്ചു. 10 വയസ്സാകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അനുസരണക്കേട് കാണിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക, ചെറുങ്ങനെ ഒന്ന് നിർബന്ധിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ അപ്പോൾ വരും. എന്ന് പറഞ്ഞാൽ എന്താ? 10 വയസ്സ് കഴിഞ്ഞാൽ അടിക്കുക നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. കാരണം 10 വയസ്സ് വരെ പരിശീലിപ്പിച്ചു, ബോധവും കൊടുത്തു. ഇതൊക്കെ ചെയ്തിട്ട് കുട്ടി 10 വയസ്സായി നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ചവൻ്റെ ചന്തി പൊട്ടിക്കണ്ടേ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. ഇതന്നെയല്ലേ ആ വാപ്പയും ഉമ്മയും ചെയ്തത്? എന്നിട്ട് ഇപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും കുറ്റ?
നല്ല കഥയായി. അപ്പോൾ ഇതിൻ്റെ ഒരു സമയക്രമം പാലിച്ച് ആ കുട്ടികളെ ഇപ്പോൾ അധ്യാപകന്മാർ 1-ാം ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കാൻ 2-ാം ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കാൻ സിലബസ് ഉണ്ടാക്കണ മാതിരി നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി 15 വയസ്സാകുമ്പോൾ എന്താകണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. മദ്രസയിൽ നിങ്ങൾ എല്ലാവർക്കും ശ്രദ്ധിക്കണം. ഉസ്താദുമാരെ നിശ്ചയിച്ച് ഇറങ്ങി പോകരുത്. ഈ മദ്രസൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങൾ പള്ളിൻ്റെ മീറ്റിംഗ് പോലെ മദ്രസൻ്റെ മീറ്റിംഗ് കൂടണം. അതിൽ ചർച്ച ചെയ്യണം. കുട്ടികളുടെ റിസൾട്ട് അവലോകനം ചെയ്യണം. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കണം. ആ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കണം. ഇത്രയൊക്കെ ചെയ്യണം 10 വയസ്സാകുമ്പത്തിന്. അപ്പൊ എത്ര വയസ്സ് ചേർക്കണം? 3.5 ആകുമ്പത്തിന് വിട്ടുവിട്, അൽഫിത്രയിൽ വിട്ടുവിട്. കുട്ടി ഉമ്മ അപ്പ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പത്തിന് കൊണ്ടുപോയി അൽഫിത്രയിലാക്കുക. ഇത് മുസ്ലിം വേഷം കെട്ടിച്ചിട്ട് വേണം കൊണ്ടുവിടുന്നതിന്. എന്നാൽ ഈ കുട്ടികൾ മുസ്ലിങ്ങൾ മാത്രം കാണുക, അറബിയിലുള്ള പ്രാർത്ഥനകൾ മാത്രം ചൊല്ലുക, മുസ്ലിം കുട്ടികളുടെ മാത്രം. അപ്പം ജീവിതം മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ മുസ്ലിം എന്നൊരു ചിന്തയിലേക്ക് കുട്ടികളെ പരുവപ്പെടുത്തുക. എന്നിട്ട് മദ്രസയിലൊക്കെ ഉള്ള സിലബസിന് പുറമെ പാപ്പിയമ്മയും പ്രത്യേക സിലബസ് ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി 10 വയസ്സാകുമ്പത്തിന് എവിടെ എത്തി നിൽക്കണം, 15 വയസ്സാകുമ്പത്തിന് എവിടെ എത്തണം എന്ന് കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ഈ കുട്ടിയുടെ ബോധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം പറഞ്ഞു തുടങ്ങിയതൊക്കെ കളഞ്ഞില്ലേ കയ്യിൽ നിന്ന് എന്ന് മാത്രമല്ല, ഇതൊക്കെ ഉസ്താദ് പറയാൻ കാരണം എന്ന് വെച്ചാൽ മദ്രസയ്ക്ക് വെറുതെ വിട്ടാൽ പോരാ. മദ്രസയിൽ ഉസ്താദ് മര്യാദക്ക് പഠിപ്പിക്കുന്നുണ്ടോ നോക്കണം, കുട്ടിക്ക് മാർക്ക് ഉണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ നല്ല പെട കൊടുക്കണം. എന്തൊക്കെ പണിയുണ്ട്. എന്തിനതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾ നരകത്തിൽ പോകാതിരിക്കുക എന്നുള്ളത് വാപ്പാൻ്റെയും ഉമ്മാൻ്റെ ഉത്തരവാദിത്തമാണ് കൂട്ടരെ. അതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഉസ്താദിന് അല്ലെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും വരെ പ്രശ്നം ഉണ്ടായിട്ടല്ല. പടച്ചോ നാളെ ചോദിക്കും, കുട്ടി നരകത്തിൽ പോയി കഴിഞ്ഞാൽ നരകത്തിൽ പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്തം വാപ്പാക്കും ഉമ്മാക്കുമാണ്. കളിച്ച കളിയാണ്. പാരൻസിന് വലിയൊരു ബാധ്യതയുണ്ട്. അത് ഇവിടെ നമ്മൾ നിർവഹിക്കണം. നമ്മുടെ കുട്ടികൾ നരകത്തിൽ പോകുന്നെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്ന ഖുർആന്റെ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാൻ. ദീർഘിച്ച് പറയുന്നില്ല, ഇനിയും ദീർഘിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിസ്കരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ മതം വിടൂല എന്നാണ്. എന്താ ചെയ്യുക? അവസാനം കറങ്ങി തിരിഞ്ഞ് ആദ്യം ആ വാപ്പിയമ്മയും ചെയ്ത് തന്നെ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു വെച്ചത്. ഇനി ഉസ്താദ് ഈ പറഞ്ഞതനുസരിച്ചിട്ട് ഒരു ബോധം ഉണ്ടായാൽ ഏത് ബോധമാണ് ഉണ്ടാവേണ്ടത്, എന്ത് തരം ബോധമാണത്, കുട്ടികളെ ഏത് മാനസികാവസ്ഥയിലേക്കാണ് എത്തിക്കേണ്ടത്, ഇതൊക്കെ ഉസ്താദ് ഇസ്മായിൽ നബിയുടെ ഉദാഹരണം പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് നമുക്ക് മറ്റൊരു ദിവസം പരിശോധിക്കാം. അപ്പം ഇതാണ് പെൺമുർത്തതുകൾ പെരുകുമ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് ഉസ്താദിന് നിർദ്ദേശിക്കാനുള്ളത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കുട്ടികൾ പഠിച്ച് വളർന്നാൽ, നിങ്ങൾ തല്ലി വളർത്തിയാലും തല്ലാതെ വളർത്തിയാലും കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ന് ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. അവരുടെ വ്യക്തിത്വം, അവരുടെ ജീവിതം, അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിക നിയമം അനുസരിച്ച് അവർ ആ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ മുകളിൽ വരുന്ന നിയന്ത്രണങ്ങൾ, അവർക്ക് മാത്രമായിട്ടുണ്ടാവുന്ന പരിമിതികൾ, അവരോട് കാണിക്കുന്ന വിവേചനം, ഇതൊക്കെ ഏതൊരു പെൺകുട്ടിയും ഇസ്ലാമികമായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഓരോരോ ഘട്ടങ്ങളിൽ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസവും സാഹചര്യങ്ങളും വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ബോധവും ഒരു ഒരു സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് മതത്തിൽ പല ഘട്ടങ്ങളിലും അവരുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവർ ആയിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, അവരുടെ മതപരതയും അവരുടെ കാർക്കശ്യത്തിനും അനുസരിച്ച് ആ വ്യക്തികളുടെ ജീവിതം ദുസ്സഹമാകും. അപ്പം അവർ മതത്തെക്കുറിച്ച് ചിന്തിക്കും. അപ്പം അതിന് ന്യായം പറഞ്ഞു കൊടുക്കും. അവർ കിതാബ് പരിശോധിക്കും. ഇതിങ്ങനെ തന്നെയാണല്ലോ മേന ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വാപ്പാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കിതാബിൽ എഴുതി വെച്ചതിൻ്റെ കുഴപ്പമാണ് എന്ന് പെൺകുട്ടികൾക്ക് മനസ്സിലാവും. അതുകൊണ്ടല്ലേ ഈ പെൺകുട്ടികൾ പുതിയ കാലത്ത് വിവാഹത്തിന് സന്നദ്ധരാവുന്നില്ല എന്നുള്ള പ്രശ്നം നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ പറയപ്പെടുന്ന അവസ്ഥയൊക്കെ മുസ്ലിം സമൂഹത്തിനകത്ത് തന്നെ അവർ നിലവിളിയാണല്ലോ. പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല, അത് പ്രശ്നമാണ്. അതിൻ്റെ കാരണം എന്താണ്? എന്നിട്ട് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറാവാത്തതിൻ്റെ കാരണത്തിന് പരിഹാരം തേടിയിട്ട് നിങ്ങൾ പഴയ പോലെ ഒന്നും ആ ഒരു കാർക്കശുള്ള ഭർത്താക്കന്മാരാവാതെ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ നയത്തിലും മയത്തിലും നിൽക്കണം എന്ന് ഈ ഉസ്താദ് പരിശീലിപ്പിക്കുന്ന വേറെ വീഡിയോ ഉണ്ട്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാവാത്തത് എന്നും അതിന് പുരുഷ കേസരികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ഇദ്ദേഹം വേറൊരു ഭാഗത്ത് പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ഉസ്താദ് പറഞ്ഞ പരിശീലന പരിപാടി കൊണ്ടൊന്നും നടക്കുന്ന പരിപാടിയല്ല. പക്ഷേ ഈ പരിശീലനത്തിൽ ഒരു വലിയ വിഭാഗം മനുഷ്യരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ സാമാന്യ ബോധത്തെയും അവരുടെ ചിന്താശേഷിയെയും മരവിപ്പിച്ച് കളയാൻ കഴിയും. അവർക്ക് പിന്നീട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഭയമായിരിക്കും. ഇപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള പല മനുഷ്യർക്കും ഇസ്ലാമിനെതിരെയുള്ള ഒരു വിമർശനം കേൾക്കാൻ ഭയമാണ്. ഖുർആനിനെ കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടാൽ ആ വിമർശനം പരിശോധിക്കാനോ അത് ശരിയാണോ എന്ന് നോക്കാൻ പോലും പേടിയുള്ള ആയിരക്കണക്കിന് മനുഷ്യരെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അവർക്ക് പേടിയാണ്, അവർക്കൊരു വിറയലാണ്, അവർക്ക് പേടിയാണ്. ആ പേടി ഈ ചെറിയ പ്രായത്തിൽ ഈ ഭയത്തിന് എത്രമാത്രം അടിമപ്പെടുന്നോ അതിനനുസരിച്ച് ഈ ഭയത്തിൽ അവരുണ്ടാവും. അതിനനുസരിച്ച് അവരുടെ ചിന്തയെ, അവരുടെ വായനയെ, അവരുടെ ആലോചനയെ ഒക്കെ അത് പരിമിതപ്പെടുത്തും. അത്തരം ആളുകൾ ഇതിനകത്ത് കുടുങ്ങിക്കിടന്ന് അങ്ങനെ ജീവിച്ചു പോയിക്കോളും. അവർക്ക് ആകെ ചെയ്യാൻ പറ്റും, അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണ ഉണ്ടാവില്ല. വിമർശിക്കുന്നവനെ 4 ചീത്തയും വിളിച്ചിട്ട് അവർ പോയിക്കോളും, അല്ലെങ്കിൽ ഈ പേര് മാറ്റടാന്ന് പറയും. ഇപ്പം നമ്മളൊരു വിമർശനം ഉന്നയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ചിന്തിക്കാൻ പോലും ധൈര്യമില്ലാത്ത തരത്തിൽ ഭയത്തിന് അടിമപ്പെട്ടു പോയ മനുഷ്യരാണെങ്കിൽ അവർ കമന്റ് ബോക്സിൽ എൻ്റെ പേര് മാറ്റടാ, അല്ലെങ്കിൽ പേര് വക്രീകരിച്ച് നമ്മളെ പേര് വക്രീകരിച്ച് വിളിക്കുക, അല്ലെങ്കിൽ 4 ചീത്ത പറയുക. ഇതിലൂടെയാണ് അവർ ആശ്വാസം കണ്ടെത്തുന്നത്. അവർക്ക് ചിന്തക്ക് പരിമിതി ഉണ്ടാവാനുള്ള കാരണം ചെറിയ പ്രായത്തിൽ തലച്ചോറിലേക്ക് കുത്തി നിറച്ച ഭയമാണ് എന്ന് തിരിച്ചറിവ് പോലും അവർക്കുണ്ടാവില്ല. സാധുക്കളാണ്, പാവങ്ങളാണ്. അവരെത്ര മുതിർന്ന ആളായാലും 50 വയസ്സ് 60 വയസ്സുള്ള ഏറ്റവും ആജാനുബാഹുവായിട്ടുള്ള മനുഷ്യരായിട്ടും കാര്യമില്ല. ചെറിയ പ്രായത്തിൽ 5 വയസ്സിലും 6 വയസ്സിലും ഈ കുത്തി നിറച്ച ഭയം അതൊരു ഭയമാണെന്ന് പോലും തിരിച്ചറിയാതെ അവരുടെ ജീവിതം മുഴുവൻ അവരെ ബാധിക്കും. അത്തരം ആളുകൾ മതത്തിൽ നിൽക്കും. ആ ഭയത്തിന് അടിമപ്പെടാതെ അതിൽ നിന്ന് അവനവന്റെ ചിന്ത കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് പുറത്തു പോകും. ആകെയുള്ള ഓപ്ഷൻ മുനാഫിക്കായിട്ട് കുറച്ച് ആൾക്കാരും കൂടി ജീവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഈ കുട്ടി ഇതിങ്ങനെ തുറന്നു പറഞ്ഞു. തുറന്നു പറയാത്ത എത്ര ആയിരക്കണക്കിന് കുട്ടികളുണ്ടാവും, പല പ്രായത്തിലുള്ളവർ. അപ്പൊ ഇതിനൊന്നും പരിഹാരമില്ല. ഇതിന് പരിഹാരം ഉണ്ടാവേണ്ടത് മതത്തിലാണ്, മതത്തിന്റെ അടിസ്ഥാനങ്ങളിലാണ്, മതത്തിന്റെ ശൈലിയിലാണ്, രീതികളിലാണ്. അത് മാറ്റം വരുത്തിയ പിന്നെ മതമേ ഇല്ല. അതുകൊണ്ട് അത് തുടരും, പരിഷ്കരിച്ചിട്ടാണെങ്കിലും അത് തുടരും. അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഭാഗത്ത് മതം വിടുന്ന ആളുകൾ, ഒരു ഭാഗത്ത് മതപ്രബോധകർ, മറുഭാഗത്ത് നിലവിളിക്കാർ, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ.